ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇത് നോമ്പുകാലം. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വചനധ്യാനത്തിനും ദാനധർമ്മത്തിനുമായി മാറ്റിവെക്കപ്പെട്ട നാളുകൾ എന്നതിനോടൊപ്പം അനുരഞ്ജനത്തിനും മാനസാന്തരത്തിനും പ്രാധാന്യം കൽപ്പിക്കുകയും അങ്ങനെ സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യേണ്ട കാലം കൂടിയാണിത്. ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള പുനഃസ്ഥാപനത്തെ ആഘോഷിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 147-ാം സങ്കീർത്തനം. അതിൻ്റെ 3-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. He heals the broken-hearted and binds up their wounds. മനം തകർന്നവരെ സുഖപ്പെടുത്തുക. ഹീലിംഗ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. പ്രവാസകാലങ്ങളിലെ നഷ്ടവും സങ്കടവും തകർച്ചയും പീഡനവും അനുഭവിച്ചവർ, ഒപ്പം അനേക മുറിവുകൾ ബാഹ്യമായും അകമേയും ഏറ്റുവാങ്ങിയ ജനങ്ങൾ, അവരെയാണ് മനം തകർന്നവർ എന്നതിനാൽ അർത്ഥമാക്കുന്നത്. അങ്ങനെ എല്ലാ തലത്തിലും തകർന്നുപോയവർക്ക് സൗഖ്യം നൽകുന്ന ദൈവം. വർത്തമാനകാലത്തിൻ്റെ ആത്മീക, ശാരീരിക, മാനസിക തകർച്ചകൾക്കും സാമൂഹ്യമായി ഉയരുന്ന വെല്ലുവിളികൾക്ക് മുന്നിൽ പകച്ചുപോയവർക്കും സൗഖ്യദായകനായ ദൈവം യഹോവ റാഫ. ദൈവം നൽകുന്ന സൗഖ്യം, അതിൻ്റെ സവിശേഷത, അത് സമഗ്രമായതാണ്. The healing that God gives is holistic. സൗഖ്യം എന്ന പദത്തിന് സുഖം, ക്ഷേമം, സന്തോഷം, ആരോഗ്യം, തൃപ്തി എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. അങ്ങനെയുള്ള വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് മനം തകർന്നവരെ സൗഖ്യത്തിൻ്റെ സമഗ്രതയിലേക്ക് എത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവം നൽകുന്ന സൗഖ്യം സമഗ്രവും സമ്പൂർണവുമാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വൈദ്യവനായവന് മാത്രമേ സമ്പൂർണ്ണ സൗഖ്യം നൽകുവാനാവൂ. ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥയിൽ തൻ്റെ മാസ്റ്റർ പീസ് മരണാസന്നയായ ഒരു രോഗിക്കായി വരച്ച വൃദ്ധനായ ചിത്രകാരനെ നാം വായിക്കുന്നുണ്ടല്ലോ. ഏതു കാറ്റിലും ഉലയാത്ത, അടരാത്ത ഒരു പച്ചില മരണാസന്നയായ രോഗിക്ക് വേണ്ടി വരച്ച വൃദ്ധനായ ചിത്രകാരൻ പകർന്ന സൗഖ്യ സന്ദേശം എത്ര അമൂല്യമാണ്. ഒരുപക്ഷെ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോയി എങ്കിലും ആ വൃദ്ധനായ ചിത്രകാരന്റെ പ്രയത്നം നമ്മുടെ മനസ്സിൽ പകരുന്ന കരുത്ത് വളരെ വലുതാണ്. ഏത് തകർച്ചയിലും നമ്മുടെ ദൈവം നമുക്ക് സൗഖ്യത്തിനായുള്ള പ്രത്യാശ പകരുന്നു എന്നത് ഒരു വലിയ ബലമാണ്. മനം തകർന്നവർക്ക് ദൈവിക സൗഖ്യം ഈ സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഉറപ്പ് നൽകുന്നു. തുടർന്ന് ഈ വാക്യത്തിൻ്റെ 2-ാം ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മുറിവുകളെ കെട്ടുന്ന ദൈവം എന്ന എത്ര സ്നേഹപൂർണവും സൗഖ്യദായകവുമായ ഒരു വിശേഷണത്തെക്കുറിച്ചാണ്. ദ ഗോഡ് ഹൂ ബൈൻഡ്സ് അപ്പ് വൂൺസ്, മുറിവുകളെ കെട്ടുന്ന ദൈവം. നാസി തടങ്കൽ പാളയത്തിൽ ഓരോ ദിനത്തിലും വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഒരുവൻ താൻ സഹിച്ച പീഡനങ്ങൾ ഒന്നൊഴിയാതെ തൻ്റെ ഡയറിയിൽ കുറിച്ചിടുക പതിവായിരുന്നു. എന്നാൽ തൻ്റെ വേദനയുടെയും
ഭീതിയുടെയും സങ്കടത്തിൻ്റെയും വിവരണം നിറഞ്ഞു നിന്ന ഡയറി കുറിപ്പുകൾ അദ്ദേഹത്തിന് ഒരാശ്വാസമോ സൗഖ്യമോ ഒന്നും നൽകിയില്ല. ഒരു പ്രത്യേക ദിനത്തിൽ ഈ മനുഷ്യൻ തീരുമാനിക്കുന്നു തൻ്റെ എഴുത്ത് നിർത്തുവാൻ. അങ്ങനെ എഴുത്ത് നിർത്തി ഡയറിയിൽ എഴുതുന്നത് ഇനി വേണ്ടെന്ന് വെച്ചു. അന്ന് രാത്രി ക്രിസ്തുവിൻ്റെ മുറിവുകളിലെ ആഴം കണ്ടെത്തുവാൻ ഈ മനുഷ്യന് സാധിച്ചു. അതോടെ തൻ്റെ മുറിവുകളുടെ നിസാരത തനിക്ക് ബോധ്യമായി. നമുക്ക് വേണ്ടി മുറിവേറ്റവന്റെ മുറിവുകളുടെ ആഴം അറിയാത്തിടത്തോളം നമ്മുടെ ക്ഷതങ്ങൾ സൗഖ്യമാകുകയില്ല. ക്രിസ്തുവിനെ കുറിച്ച് ഹെൻറി ന്യൂമാൻ എഴുതിയ തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എ വൂണ്ടഡ് ഹീലർ. ഓർക്കുക, ക്രിസ്തു മുറിവേറ്റ സൗഖ്യദായകൻ മാത്രമല്ല, ക്രിസ്തു സൗഖ്യപ്പെട്ട സൗഖ്യദായകൻ കൂടിയാണ്. ക്രിസ്തുവിൻ്റെ മുറിവിൻ്റെ ആഴം അറിഞ്ഞ് നാം നിശബ്ദരാകേണ്ടതുണ്ട്. നമ്മുടെ മുറിവുകളിലെ ഓർത്തുള്ള നിലവിളികൾ അവൻ്റെ മുറിവിൻ്റെ ആഴം കാണുമ്പോൾ നിശബ്ദതയിലേക്ക് നയിക്കും. നമുക്ക് അനുതാപപൂർവം കാതോർക്കാം. മകനെ, മകളെ, നിന്റെ മുറിവുകൾ വെളിച്ചത്തിന് പ്രവേശിക്കാനുള്ള വാതായനങ്ങൾ മാത്രം എന്ന് കാതിലാരോ മന്ത്രിക്കുന്നത് കേൾക്കുന്നില്ലേ? നീതിസൂര്യനാം ക്രിസ്തുവിൻ്റെ പ്രഭാകിരണങ്ങൾ നമ്മുടെ മുറിവുകളിലൂടെ കടന്നു വരട്ടെ. നമുക്ക് നിശബ്ദരായി കാത്തിരിക്കാം. അവൻ നമ്മുടെ മുറിവുകളെ കെട്ടുകയാണ്. ഇനി ക്രിസ്തുവേകുന്ന സമഗ്രമായ സൗഖ്യം മാത്രം. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, മനം തകർന്നവർക്കും മുറിവേൽക്കപ്പെട്ടവർക്കും അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യം നൽകണമേ. ആമേൻ.